ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേണ്ട പച്ചമുളകിൻ്റെ തൈ ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ എങ്ങുമെത്താത്ത രീതിയിൽ ഇങ്ങനെ വളർന്നു വരിക. കുറേ ആയി അതങ്ങനെ നിൽക്കണേ. അപ്പോൾ അത് പൊരിച്ചിട്ട് നമുക്ക് ഒരു പാക്കറ്റിലേക്ക് കവറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എടുത്തിട്ട് വരാം കേട്ടോ. അപ്പുറത്തെ വളപ്പ് പോയിട്ട് മണ്ണ് കോരിയിട്ട് പിന്നെ പാക്കറ്റ് ഉണ്ടായിരുന്നു വേറെ മുന്നേ നട്ടത്, നല്ല പാക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മണ്ണ് നിറച്ച് വെച്ചാൽ വെയിറ്റാണ് ഗൈസ്. ഇതിപ്പോൾ അവിടെ കൊണ്ടുവെക്കാം കേട്ടോ. ബാ അപ്പോൾ മണ്ണോടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടും. കുറച്ച് മണ്ണ് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്തിട്ട് ഇനി അടുത്തത് വാ. ഇതെന്താ വാടിപ്പോയി. കവറിലാകുമ്പോൾ വളമെല്ലാം ഇട്ട് കൊടുത്താൽ അതങ്ങനെ അതിന് മാത്രം ഇട്ട് കിട്ടും. ഇതിപ്പം കാട് കയറിയിട്ട് ആകെ വല്ലാണ്ട് വേര് പൊട്ടിപ്പോവും. അതുകൊണ്ട് സൈഡ് നന്നായിട്ട് കളച്ചിട്ട് പാടിയിട്ടുണ്ടോ? വലിക്കുന്നില്ല, മണ്ണ് പോകും. ഇതിന് പറങ്കി പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര പ്രാന്താനോന്നല്ലേ, പക്ഷെ അവിടെ ഒരു ഇഷ്ടമാണ്. പിടിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ. അപ്പോൾ നമ്മുടെ പറങ്കി ഉഷാറാക്കി തോന്നുന്നതാണ്. ഇതുണ്ട് നമ്മുടെ ഒരു ഉള്ളി മുള വന്നതാണ്. അപ്പം ഞാൻ അതെടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. ഇതിപ്പോൾ നല്ല ഉഷാറായി വരുന്നുണ്ട്. എന്താവുന്നൊന്നും എനിക്കറിയില്ല, നോക്കാം. തക്കാളിയൊക്കെ പോയി കഴിഞ്ഞു, കാലാവധി കഴിഞ്ഞിട്ട്. ഇതേണ്ട പച്ചമുളക് 1, 2, 3,
4 നട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം അതെന്താണെന്ന് വെച്ചാൽ പിന്നെ പറങ്കിയൊക്കെ പിടിക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ ഒരു ഉഷാറില്ല, ഒരു ഉന്മേഷമില്ല. ഒന്നിങ്ങനെ ആയിരിക്കാൻ വേണ്ടി 1 2 ഒക്കെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പൊരിച്ചിട്ട് വേറൊരു ഇതിലോട്ട് മാറ്റിയാൽ കുറച്ചും കൂടി നന്നാവുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റിയതാണ്. നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, കടലാസ് ചെടി. പൂവൊക്കെ ആവണേ ഉള്ളൂ. ഇതെന്താ വൈറ്റ്, പിന്നെ ഒരു റോസ് കളറുണ്ട്, അത് പൂ വിരിഞ്ഞില്ല. ആ വാങ്ങിച്ച ടൈമിൽ ഇച്ചിരി ഉണ്ടായിരുന്നു, അത് ചൂടല്ലേ അപ്പോൾ അതിന് കൊഴിഞ്ഞു. പിന്നെ ഒരിതുള്ളത് നമ്മുടെ ഒരു കുരുമുളക് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതേണ്ടേ, അപ്പോൾ ഒരു കുരുമുളക് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. വർഷത്തിൽ 3 പ്രാവശ്യം കുരുമുളക് നിറയെ ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതേണ്ടോ, ഒരെണ്ണം ഇപ്പം ഇങ്ങനെ കായ്ച്ചു വന്നിട്ടുണ്ട്. നല്ല നീളമുള്ള കുരുമുളകാന്നാണ് പറഞ്ഞത്. ഇപ്പം ഇതിപ്പം വലിയ നീളമൊന്നും കാണുന്നില്ല. എന്നെ പറ്റിച്ചോന്ന് അറിയില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ആയില്ലെങ്കിൽ വന്നോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നൊക്കെ നോക്കാം. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ചെറിയ തൈയായിരുന്നു, വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 10-20 ദിവസമായിട്ടുണ്ടാവും. ഇല്ല, 10 ദിവസമായിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ കാണാൻ കുറച്ചൊരു ഷറൊക്കെ ഉണ്ട്. നോക്കാം. അപ്പോൾ അപ്പുറത്തെ എവിടെയോ കുഴൽക്കിണർ റെഡിക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട്, ഇനി ഇതിൽ കേൾക്കുന്നുണ്ടോ അറിയില്ല, ഭയങ്കരമായിട്ട് സൗണ്ട് വരുന്നുണ്ട്. പിന്നെ അതാ അല്ലാണ്ട് പിന്നെ നമ്മുടെ ചെണ്ടുമല്ലി കണ്ട, ചെണ്ടുമല്ലിക കണ്ട, ചെണ്ടുമല്ലിയൊക്കെ താനേ മുളച്ചതാണ്. താനേ മുളച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് ഇച്ചിരി വിത്ത് ഇട്ടിപ്പോൾ ഇട്ട് വെച്ചതായിരുന്നു. ഇപ്പോൾ മഴ ഒക്കെ വന്നപ്പോൾ 1-2 മഴയൊക്കെ പെയ്തപ്പോൾ മുളച്ച് വന്ന്, മഴ വന്നപ്പോൾ നല്ല നമ്മൾ ഈ നന്നെ വാഴ നനയുമ്പോൾ അതിൻ്റെ കൂടെ ചീരയും കൂടി നനയുമെന്നില്ല സംഭവമില്ലേ. അപ്പോൾ ചീര നട്ടായിരുന്നു. അപ്പോൾ ചീരയ്ക്ക് വെള്ളം കിട്ടിയപ്പോൾ നമ്മുടെ ചെണ്ടുമല്ലിയും കൂടി ചെറുതായിട്ടൊന്ന് ഉഷാറായിട്ടൊക്കെ വരുന്നുണ്ട്. എന്താ കളറ് പൂന്ന് പോലും എനിക്കറിഞ്ഞില്ല. ഓണത്തിന് അപ്പോൾ 2 കളറും പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലേതാണെന്നൊന്നും അറിയില്ല. പൂ വിരിഞ്ഞാലേ ഇപ്പോൾ ഏത് പൂവാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, അതൊക്കെ ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ചെറുതായിട്ടൊരു ചെടിപ്രാന്തൊക്കെ കയറി വരുന്നുണ്ട് എനിക്കിപ്പോൾ. പച്ചക്കറി പ്രാന്ത് എല്ലാ വർഷവും കുറച്ചെങ്കിലും ഒരു 1-2 ദിവസത്തേക്കെങ്കിലും നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടം എനിക്ക് വല്ലാണ്ടുണ്ട്. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാനിപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത് നടാറുണ്ട്. കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെടിപ്രാന്തൊക്കെ കയറിയിട്ടുണ്ട്. എന്തോ അറിയില്ല, ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമല്ലേ, സന്തോഷമല്ലേ. അപ്പോൾ നമ്മുടെ കുറേ ഒരു എന്താ പറയണ്ടേ, കുറച്ച് വീടിന് ചുറ്റുവട്ടമൊക്കെ കുറച്ച് ഒരു പച്ചപ്പൊക്കെ ആകുമ്പോൾ നമുക്കും ചെടികളും പൂക്കളൊക്കെ ആകുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വെച്ച് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പൂക്കളൊക്കെ കാണുമ്പോൾ ചെടികളൊക്കെ കാണുമ്പോൾ വാങ്ങിക്കണം ആക്കണം എന്നൊക്കെയുള്ള ഒരു മനസ്സിലാണ് ഞാൻ ഇരിക്കണേ. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിലാണ് അത്രപ്പോലെ വാങ്ങിച്ചത്. ആ ഒരു 3 കടലാസ് ചെടിയുടെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം നന്നാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പറങ്കി പച്ചമുളക് ഉഷാറായി കിട്ടുമോ നോക്കാം നമുക്ക്. അപ്പോൾ എന്ത് ഭ്രാന്താന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ചുമ്മാ എനിക്കത് ഇങ്ങനെ പൊരിച്ച് നടണമെന്ന് തോന്നിയപ്പോൾ അത് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോയിൽ പകർത്തിയതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേണ്ട, അവിടുന്ന് അടി ഉണ്ടാക്കണു ഗൈസ്. എനിക്ക് അറിഞ്ഞൂടെ ഇനി എന്തുവാ സംഭവിക്കാൻ പോണേന്ന് എനിക്ക് ഒരു പിടുത്തവുമില്ല. എന്താണെന്ന് വെച്ചാൽ സ്കൂൾ അടച്ചിരുന്ന് വെക്കേഷനാണ്. വേണ്ടേ കോഴിപ്പൂര് എന്നൊക്കെ പറയാൻ വേണേൽ. എന്തുണ്ട് ദേവ്, സുഖമല്ലേ?
സുഖ തന്നെ 2 മാസം ഇനി സുഖ തന്നെ അല്ലേ? ഈ പല്ലപ്പ വരുവാ? അടുത്തല്ല എന്നോട് പറഞ്ഞിട്ടാ പല്ല് വരുവോ? വരുവോ? ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു പിന്നെ ഒരു 1 ഇയർ ഒക്കെ ചിലപ്പോൾ പല്ല് വരാണ്ടിരിക്കും, അല്ല അങ്ങനെ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു 3 മാസം കൂടി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കീറി കൊടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് അവൻ പറഞ്ഞ് 1 വർഷം എടുക്കുന്നത്. പിന്നെ അപ്പോൾ അതാ പറഞ്ഞത്, വെക്കേഷനാണ് ഇനിയിപ്പോൾ 2 മാസം എന്തെങ്കിലുമൊക്കെ നോക്കണം. വെക്കേഷന് എന്തെങ്കിലും മക്കൾക്ക് പറ്റിയ എന്തെങ്കിലും ട്യൂഷനും കാര്യങ്ങളൊക്കെ നോക്കണം. വെറുതെ ചുമ്മാ ഇരുന്നാൽ പിന്നെ അവർക്കും ബോറടിക്കും. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുമ്പോൾ മടിയായിരിക്കും, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പോകുമ്പോഴൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ. ടാറ്റയുണ്ടാ? അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.